കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 60 ചിരാതുകൾ തെളിയിക്കുന്ന ചടങ്ങിലേക്ക് മുൻ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചില്ല. രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖരും മുൻ മന്ത്രിമാരുമൊക്കെയാണ് ചിരാതുകൾ തെളിയിച്ചത്. ഈ ചടങ്ങിൽ നിന്ന് ഇപ്പോൾ നിയമസഭാംഗങ്ങളും മുൻ മുഖ്യമന്ത്രിമാരുമായിരുന്ന വി.എസ്. അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും ഒഴിവാക്കി. പ്രതിഷേധ സൂചകമായി നിയമസഭാംഗണത്തിലെ ആഘോഷ പരിപാടിയിൽ നിന്ന് ഇരുവരും വിട്ടുനിന്നു. മറ്റൊരു മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയെ ചടങ്ങിലേക്ക് സംഘാടകർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ചിരാതുകൾ തെളിയിക്കുന്ന പരിപാടിയിൽ ആന്റണിയെ ഉൾപ്പെടുത്തിയില്ല. തിരുവനന്തപുരത്തുണ്ടായിരുന്നുവെങ്കിലും എ.കെ. ആന്റണിയും നിയമസഭയിലെ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. ജീവിച്ചിരിക്കുന്ന 3 മുൻ മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യമില്ലാതെയാണ് ചടങ്ങുകൾ നടന്നതെന്നത് ആഘോഷ പരിപാടിക്കിടയിൽ കല്ലുകടിയായി. അതേസമയം ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിക്കാതിരുന്നതിന് വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുള്ള പ്രോട്ടോകോളിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവിടെ 60 പറഞ്ഞതെങ്കിലും നമുക്കറിയാം വേദിയിൽ 60-ൽ കൂടുതൽ ആളുകളിരിക്കുകയാണ്. നിശ്ചിത നമ്പറാണ് സാധാരണഗതിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉണ്ടാകേണ്ടത്. സംസ്ഥാന ഭരണത്തലവനായ ഗവർണറെ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഗവർണറെയും മുൻ മുഖ്യമന്ത്രിമാരെയും ചടങ്ങിൽ ക്ഷണിക്കാതിരുന്ന കാര്യത്തിൽ സർക്കാരും നിയമസഭാ സെക്രട്ടേറിയറ്റും പരസ്പരം പഴിചാരുകയാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റാണ് പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. ഇന്ന് വൈകുന്നേരം മറ്റൊരു ചടങ്ങിൽ ഗവർണറെ പങ്കെടുപ്പിക്കുന്നതിനെക്കുറിച്ച് തുടക്കത്തിൽ ആലോചിച്ചിരുന്നു. സർക്കാർ ഇടപെട്ട് ഇത് വേണ്ടെന്ന് വയ്പ്പിച്ചുവെന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള സൂചന. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.